ഇവിടെ കാണാൻ സുന്ദരനും അതേസമയത്ത് ഒരു ഡെന്റിസ്റ്റുമായി ഹീറോയ്ക്കാണെങ്കിൽ 28 വയസ്സായിട്ടും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന് കാരണമാണെങ്കിൽ ഹീറോ ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും. സോ കാണാൻ പോകുന്ന പെമ്പിള്ളേർ എല്ലാവരും തന്നെ ഇവൻ ഇന്നസെൻസ് കാരണം ഇവന് വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു വെഡിങ് പാർട്ടിയിൽ വെച്ച് ഹീറോയിനെ കണ്ടുമുട്ടുകയാണ്. അവളെ കണ്ടപാടി ഇവനാണെങ്കിൽ ഇഷ്ടം തോന്നും. പക്ഷെ അവളോട് പോയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ഇവനാണെങ്കിൽ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെ അടുത്ത് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് അവളുടെ ഹസ്ബൻഡ് വരും. ഇവർ രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെന്നും അവനാണെങ്കിൽ മറിച്ചൊന്നും ചോദിക്കാതെ ഹീറോയിന് മേലെ ദേഷ്യപ്പെടുകയാണ്. കൂടാതെ ഹീറോയിനോട് സംസാരിക്കാൻ നോക്കി ഇവനെയും തല്ലും. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിനാണെങ്കിൽ ഹീറോയിന്റെ ക്ലിനിക്കിലേക്ക് വരികയാണ്. ആ സമയത്ത് അവളുടെ ഫേസിലാണ് തല്ലിടതിന്റെ പാടലേ ഉണ്ടാവും. അത് കാണുമ്പോൾ തന്നെ ഹീറോയിന്റെ മേരേജിലെ ഇഷ്ടമല്ലെന്ന് ഹീറോ മനസ്സിലാക്കാണ്. അതേസമയത്ത് ഇവർ തമ്മിലാണ് നല്ല കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ പോകുന്തോറും ഇവർക്കടിയിലാണെങ്കിൽ ലവ് ഉണ്ടാകും, അതുപോലെ നല്ല ബോണ്ടിങ് ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ഒരു രാത്രി ഹീറോയിനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോവുകയാണ്. പക്ഷെ ആ സമയത്ത് അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹീറോയിനെ തല്ലുന്നുണ്ടാവും. പക്ഷെ അത് കാണുന്ന ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ദേശത്തിൽ നടന്നു വരികയാണ്. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിനെ കാണുന്ന ഹീറോ ആണെങ്കിൽ കല്യാണം കഴിക്കാന്ന് പറയാണ്. എന്നാൽ അതിനാണെങ്കിൽ ഇവളുടെ ഹസ്ബൻഡിന്റെ ഡിവോഴ്സ് വാങ്ങണം, പക്ഷെ തരില്ല എന്ന് ഉറപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ അവനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ അവൻ ഓടാൻ പോകുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഒരു കാർ കൊണ്ടിട്ട് അടിച്ചു കൊല്ലും. അതേ സമയത്ത് അവന്റെ പേരിലുണ്ടായിരുന്ന ഒരു വലിയ റെസ്റ്റോറന്റ് മുഴുവനായിട്ട് ഹീറോന്റെ പേരിലേക്കാവും. അങ്ങനെ അവനെ കൊന്ന ശേഷം ഹീറോ ആണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ പോവുകയാണ്. എന്നാൽ അവിടെ ഡോർ വർക്കുന്നാണെങ്കിൽ വേറെ തന്നെ ആയിരിക്കും. അവന്റെ പിന്നാലെ ഹീറോയിനാണെങ്കിൽ പകുതി റെസ്റ്റോറന്റ് നിൽക്കുന്നുണ്ടാവും. ആക്ച്വലി ഹീറോന്റെ പ്ലാൻ ആണെങ്കിൽ ഹീറോയിനെ യൂസ് ചെയ്ത് അവളുടെ ഹസ്ബൻഡിനെ കൊന്നിട്ട് അവന്റെ പേരിലുള്ള റെസ്റ്റോറന്റ് കൈക്കലാക്കാനായിരിക്കും. ഇപ്പൊ അവളുടെ കൂടെയുള്ളതാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. രണ്ടുപേരും ചേർന്നിരിക്കുമ്പോൾ പ്ലാൻ ഇട്ടുണ്ടാവുക. എന്നാൽ ഇതറിയാത്ത ഹീറോ ലവ് ആണെന്ന് കരുതി അവൾ പറഞ്ഞ പോലെ അവളുടെ ഹസ്ബൻഡിനെ കൊല്ലുകയാണ്. എന്നിട്ട് അവരാണെങ്കിൽ ഹീറോനെ മുന്നിച്ച് കിസ് ചെയ്യാണ്, കൂടുതൽ ഇവനെ അവമാനിക്കും. പക്ഷേ ഇവളുടെ ഹസ്ബൻഡിനെക്കാളും വലിയ സൈക്കോണ് ഹീറോ എന്ന കാര്യം ഇവർക്ക് അറിയില്ലായിരിക്കും. ഹീറോന്റെ റിവെഞ്ച് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാട്ടും നമ്മൾ വീഡിയോക്ക് ലൈക്കും ചെയ്യുക.